കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചിട്ടവട്ടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. താങ്കൾ രണ്ടിടത്തും പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പോൾ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ഇത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ക്ഷേത്രമല്ല ശ്രീനാരായണ ക്ഷേത്രം. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി, അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ടത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അല്ല, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? അല്ല, ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ. ആ വിഷയം ആരാ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞതാണ് താങ്കളോട്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയമല്ലേ? അല്ല, അത് എനിക്ക് മനസ്സിലായി. താങ്കൾ പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഹിന്ദു മതത്തിൽ മാത്രം ഒട്ടും പുരോഗമനമില്ലാത്ത നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഹിന്ദുമതത്തിലല്ലേ ഏറ്റവും കൂടുതൽ പുരോഗമനം ഉണ്ടായത്? അത് താങ്കൾ പക്ഷേ പറഞ്ഞില്ലല്ലോ. താങ്കൾ എവിടെ നിന്ന് കിട്ടി ഇതിനെ? അവകാശം ഏറ്റെടുക്കുക. ഞാനൊരു ഹിന്ദു അല്ലേ ആ അർത്ഥത്തിൽ? ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ മാനിക്കുന്ന, താങ്കൾ എങ്ങനെയാ കൊണ്ട് അമ്പലത്തിൽ പോകാറില്ല എന്ന്. ആണോ? ഭയങ്കര. ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പോയത് അമ്മയുടെ കൂടെ നിർബന്ധപൂർവ്വം പോയതാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പോകുന്ന സമയത്ത്, ശബരിമലയിൽ പോകുന്ന സമയത്ത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ദർശനത്തിന് പോകുന്ന സമയത്ത് ട്രൗസർ ഇട്ട് വരുന്ന അയ്യപ്പന്മാരെ കണ്ടൂടെ? അവിടെ എന്താ പ്രശ്നം? അവിടെ ഈ ചക്രം പ്രവർത്തിക്കുന്നില്ലേ? എന്നാലും പറയാ, മലയാളത്തിൽ എനിക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മതത്തിലാ അനാചാരം ഒന്ന് ചൂണ്ടിക്കാണിക്കും. വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതല്ലടാ, ഇതോ വിശേഷിപ്പിക്കരുത്. താങ്കൾ ഭക്തനെന്ന് വിശേഷിപ്പിക്കുക. താങ്കളുടെ ഭക്തിയുടെ അളവുകോൽ എന്താണെന്ന് എനിക്കറിയാം. താങ്കൾ എന്റെ ഭക്തി അളക്കാനുള്ള അവകാശം ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ ഭക്തി മീറ്റർ ഇല്ലില്ല. ആ മീറ്റർ കൊണ്ട് നടക്കുന്ന പാർട്ടി വളരെ ഫാസിസ്റ്റ് നിലപാടാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സുജയ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വാമി സച്ചിദാനന്ദൻ പറയും. ഞാൻ ഈ ഒരു വാചകം പൊട്ടിത്തെറിക്കാൻ എന്താണ്? പൊട്ടിത്തെറിക്കുന്നതല്ല, നിങ്ങൾ പറഞ്ഞ അസംബന്ധമാണ്. പറഞ്ഞ അസംബന്ധമാണ്. എന്റെ ഭക്തി നിങ്ങൾക്ക് അളക്കാനുള്ള ഒരു അവകാശം. താങ്കൾ മനുഷ്യനെ, നിങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പുറത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയലാണ്, അവനെ കുറിച്ച് ദ്രോഹിക്കൂ എന്ന് പറയലല്ല. അതാണ് ഭക്തി, അതാണ് വിശ്വാസം. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെയാണ് സനാതന ധർമ്മത്തിലേക്ക് വിളക്കി ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതിനെയാണ് കേരളത്തിലെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് വിഷയം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ആ അനാചാരം മാറേണ്ടതല്ലേ എന്ന് സ്വാമി സച്ചിദാനന്ദനെ പോലെയുള്ള വലിയ ഒരു സന്യാസി പറയുമ്പോൾ ആ സന്യാസി നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക? ഞാൻ ആ സന്യാസിയെ നിഷേധിക്കില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ.